അനുമോളെ പരസ്യമായിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭവം എന്തായാലും കഴിഞ്ഞ ദിവസം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് കുറച്ചെങ്കിലും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഇത്രയുള്ള ഒരു പരിപാടി പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അവിടെയുള്ള ആൾക്കാർ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയം ഒരാളെ ചോദിക്കുന്നുണ്ട്, അനുമോൾ ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നുണ്ടോ? തനിക്ക് എന്തായാലും തോന്നുന്നില്ല. അപ്പൊ അതിന്റെ റീസൺസും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ബിഗ് ബോസ് ഹൗസിൽ വെച്ച് അനുമോൾ ചെയ്ത കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുന്നേ സ്റ്റാർ മാജിക്കിലൊക്കെ വെച്ച് അനുമോൾ ചെയ്തിരുന്ന കുറച്ച് കാര്യങ്ങളും എല്ലാം കണക്ട് ചെയ്തിട്ട് തന്നെയാണ് ആളെന്നാലും സംസാരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഇത് ഒരു അർഹതപ്പെട്ടതായിട്ട് അനുമോൾക്ക് തോന്നുന്നുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ എന്തായാലും ആളെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഈ ചോദിക്കുന്ന സമയം അനുമോൾ ഉത്തരം കൊടുക്കുന്ന സമയം അനുമോളുടെ ഫേസ് എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടെ കാണുന്ന ഓഡിയൻസിന്റെ ഒരു എക്സ്പ്രഷൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം കാണുന്ന സമയം നമുക്കറിയാം അത് കുറച്ച് ഇൻസൾട്ടിങ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആളെന്തായാലും അവർ ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന്റെ ഒരു അർത്ഥം ആ ഒരു രീതിയിൽ തന്നെ വരുള്ളൂ. ഒരിക്കലും ഒരു വളരെയധികം ഒരു ഫണ്ണി ആയിട്ടോ അല്ലെങ്കിൽ വളരെയധികം ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പൊ അവർ ചോദിച്ച ചോദ്യത്തിന് എന്തായാലും അനുമോൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. താനൊരു ബിഗ് ബോസ് മെറ്റീരിയൽ ആയിരുന്നു എന്നും അതിനുള്ള റീസൺസും അനുമോൾ എന്തായാലും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ അനുമോളുടെ റിപ്ലൈയും കാര്യങ്ങളും എല്ലാം മാറ്റി വെച്ചാൽ പോലും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡേ 1 തുടങ്ങി തന്നെ അനുമോളുടെ രീതിയിലേക്ക് കൺവേർട്ട് ആയി തുടങ്ങുന്നതും ആൾക്കാർ നിരീക്ഷിക്കുന്നതായിക്കോട്ടെ, ഈ ഡേ 3 വെച്ച് അപ്പാടി ചരത്തിന്റെ അടുത്ത് പറയുന്നതായിക്കോട്ടെ, അതായത് ഈ അനീഷിന്റെ ഗെയിംസിനെ കുറിച്ചും അദ്ദേഹത്തിന് അധികം സ്ക്രീൻ സ്പേസ് കൊടുക്കരുതെന്നും ഇത്തരത്തിൽ പുറകെ നിർത്തുമെന്നും എല്ലാം പറഞ്ഞിട്ട് അനുമോൾ കംപ്ലീറ്റ് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്തരത്തിലാണ് തന്നെ ഡ്രാമാസ് ഇറക്കി തുടങ്ങുന്നത് അതെല്ലാം തുടക്കം മുതലുള്ള എപ്പിസോഡ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ ഉറപ്പായിട്ടും അനുമോളുടെ സ്ട്രാറ്റജീസ് ആയിക്കോട്ടെ, അനുമോളുടെ ഗെയിംസ് ആയിക്കോട്ടെ നമുക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. പക്ഷെ അതും പറഞ്ഞ് ഈ 2 മാസം കഴിഞ്ഞിട്ടും ഇത്തരത്തിലൊരു പൊതുവേദിയിൽ വെച്ചൊരു ഇൻസൾട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഒട്ടും ഒരു നല്ലൊരു കാര്യമായിട്ട്, ഒരു അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമായിട്ട് പേഴ്സണലി എനിക്ക് എന്തായാലും തോന്നുന്നില്ല.